ടോക്സിക്കിൻ്റെ ട്രെയിലർ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്താണ് ഗീതു മോഹൻദാസ് ഈ ഒരു പടത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ടോക്സിക് എന്ന് പറഞ്ഞ സിനിമ ഗീതു മോഹൻദാസ് ആണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഫാമിലി ആയിട്ട് ഇരുന്ന് കണ്ടവരെന്തായാലും പെട്ടിട്ടുണ്ട്. As a filmmaker, it is an added responsibility that people are comfortable when they watch with their family. Come on, baby, oh yeah. അവരുടെ ഒരു വിഷൻ അങ്ങനെയാണ്. അവർക്ക് അവരുടെ ഫാമിലിയുടെ കൂടെ ഇരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ചിലർ വിചാരിക്കും നിങ്ങൾ മമ്മൂക്ക ഫാൻ ആയതുകൊണ്ട് ഉള്ള ഒരു റിവെഞ്ച് ആണ് ഇതെന്ന്. മമ്മൂക്ക ചെയ്യുമ്പോഴല്ല നമുക്ക് പ്രശ്നം, നമുക്ക് ഹീറോ. ഒന്നും വിചാരിക്കരുത്, വിഷമം കൊണ്ടാ. അങ്ങനെ വരുവാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫാനല്ല, പക്ഷേ ഇപ്പം ചെയ്യുന്ന കഥാപാത്രങ്ങൾ അതിഗംഭീരമായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അതിനെക്കുറിച്ച് യാതൊരുവിധ ഡൗട്ടും ഇല്ല. ഇപ്പോൾ 2026 തുടങ്ങിയിട്ട് ചിലർ എയറിലാണ്. ഇപ്പോൾ നിലവിൽ എയറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത ആൾ എയറിൽ കയറാൻ പോകുന്നു. അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. രജീഷ് പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്, എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഐറ്റം ഡാൻസ് കളിക്കുവോ കളിക്കാതിരിക്കുവോ അതൊന്നും അല്ല പ്രശ്നം. അവർ കളിച്ച ഐറ്റം ഡാൻസ് എന്താണ്? അവർ ഐറ്റം ഡാൻസ് കളിക്കുന്നതുകൊണ്ടുള്ള കുഴപ്പം? ആർക്കാണ് കുഴപ്പം? ആർക്കും ഒരു കുഴപ്പമില്ല എന്നെല്ലാം പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്ത് തീരാവുന്ന കാര്യത്തിനാണ് ഇതിങ്ങനെ പൊക്കിക്കൊണ്ടുപോയി അവിടെ നിന്ന് താഴ്ത്തി കിട്ടിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ക്യാരക്ടർ കാര്യങ്ങൾ ചെയ്യണമെന്ന്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഫുള്ള് കോമഡിയാണ്, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. മാത്രം വേഴ്സറ്റൈലാണ് സ്വന്തം അഭിപ്രായത്തില് എനിക്ക് എന്റെ അഭിപ്രായങ്ങൾ നല്ല ക്ലാരിറ്റി. അപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് അടുത്തയിലേക്ക് പോവുകയാണെങ്കിൽ ആട് 3 മൂവി വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിഖില വിമലയുടെ ഒരു ഐറ്റം ഡാൻസ് ഉണ്ട്, ചർച്ചാ വിഷയമായിട്ട് വരുന്നുണ്ട്. അതിലും ആള് ഒരു റിപ്പോർട്ടർ അതിനെക്കുറിച്ച് ചോദിക്കുന്നതും ആൾക്ക് അതിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നതുമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഐറ്റം ഡാൻസിന്റെ ഒരു ഇത് കേട്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. 2026 വരാൻ പോകുന്ന സിനിമകൾ ഇനിയിപ്പോ ദൃശ്യത്തിന്റെ 3rd പാർട്ട് വരുന്നുണ്ട്, ആട് മൂവിയുടെ 3rd പാർട്ട് വരുന്നുണ്ട്, പിന്നെ കാട്ടാളൻ മൂവി വരുന്നുണ്ട്, ടിക്കറ്റാക്ക വരുന്നുണ്ട്, മഹേഷ് നാരായണന്റെ ഒരു ബിഗ് പ്രോജക്റ്റ് ആയിട്ടുള്ള പെട്രിയോട്ട്, നമ്മുടെ ലാലേട്ടൻ മമ്മൂട്ടി കോംബോ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് സിനിമകൾ ഇനി വന്നുകൊണ്ടിരിപ്പുണ്ട്. സന്ദീപ് പ്രദീപിന്റെ എക്കോയ്ക്ക് ശേഷം അടുത്തൊരു മൂവിയാണ് വരുന്നത്, ഒരു ആക്ഷൻ മൂവിയാണ്, കോസ്മിക് സാംസൺ. ഒരു ഹോളിവുഡിൽ നിന്ന് ഒരു സ്റ്റണ്ട് മാസ്റ്ററൊക്കെ ഇറക്കിയിട്ടുണ്ട്. പൻ സെറ്റപ്പാ. അപ്പം പടം എന്തായാലും ഇറങ്ങി കഴിയുമ്പോൾ കിടക്കും എന്നുള്ളൊരു പ്രതീക്ഷ. ഇപ്പോൾ 2026 ഇറങ്ങുന്ന പടങ്ങളെല്ലാം ഹിറ്റടിക്കട്ടെ, നല്ല രീതിയിൽ ഓടട്ടെ.